A very good morning to all my dear students. How are you all? I hope you all are doing good. നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ നമ്മുടെ ഫസ്റ്റ് ലെസൺ ആയ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ അല്ലേ? ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു അല്ലേ? Today in this class we will move on to the next paragraph of this lesson. Okay? I hope all my students are ready. Take your textbook. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബനിയൻ ട്രീനെ പറ്റി പറഞ്ഞു അല്ലേ? നമ്മുടെ ലോങ് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ബനിയൻ ട്രീനെ പറ്റി പറഞ്ഞു. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് about the grandfather, grandmother and all, isn't it? So now we will move to the next paragraph of this lesson. Okay, listen. My first friend and familiar was a small gray squirrel. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. എന്താണ് നമ്മുടെ നരേറ്ററിന്റെ ബനിയൻ ട്രീയിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഫ്രണ്ടിനെ പറ്റി പറയാം. ഓക്കെ, ഹൂ ഇസ് ദാറ്റ് ഫസ്റ്റ് ഫ്രണ്ട്? ആരായിരുന്നു? ഇറ്റ് ഈസ് എ സ്മോൾ ഗ്രേ സ്ക്യൂരൽ. ആർച്ചിങ് ഹിസ് ബാക്ക് ഇസ് ലൈക്ക് കേർവ് ആയിട്ടുള്ള ഒരു വളഞ്ഞ് നിൽക്കുന്ന ഒരു ബാക്ക് ആയിരുന്നു നമ്മുടെ സ്ക്യൂരലിൽ ഉണ്ടായിരുന്നത്. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയറിൽ ഇങ്ങനെ മൂക്ക് ചീറ്റിക്കൊണ്ട് എയറിൽ ഇങ്ങനെ മണത്തുകൊണ്ടായിരുന്നു ആരും നടന്നിരുന്നത്? സ്ക്യൂരൽ. He seemed at first to resent my invasion of his privacy. Resent എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കുക. അപ്പം നരേറ്റർ ഇങ്ങനെ ചിന്തിക്കുകയാണ്. നരേറ്റർ സ്ക്യൂരലിൻ്റെ അടുത്ത് വരുമ്പോൾ സ്ക്യൂരലിന് ഈ നരേറ്റർ ഇയാളെ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരികയാണോ അങ്ങനെയൊക്കെ ആർക്ക് തോന്നുമായിരുന്നു? ഈ സ്ക്യൂരലിന് തോന്നുമായിരുന്നു. അപ്പം ഇൻവേഷൻ പറഞ്ഞാൽ ആക്രമണം. ഓക്കെ, ആക്രമിക്കുന്നതിനാണ് ഇൻവേഷൻ എന്ന് പറയാം. Just underline the word invasion. Okay. But when he found that I did not arm myself with a catapult or air gun, he became friendlier. എപ്പോഴാണ് നമ്മുടെ സ്ക്യൂരൽ ഫ്രണ്ട്ലി ആയത്? എപ്പോഴായത്? സ്ക്യൂരലിന് പിന്നീട് തോന്നി ഈ നരേറ്റർ ഇദ്ദേഹം എന്നെ ആക്രമിക്കത്തൊന്നുമില്ല, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കറ്റാപ്പുൾട്ട് ഒന്നുമില്ല. എന്താ കറ്റാപ്പുൾട്ട്? തെറ്റാലി. നിങ്ങൾ ചെറുതായപ്പോൾ തെറ്റാലി വെച്ചിട്ടൊക്കെ മാങ്ങ പറിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലേ? അതേപോലെ സ്ക്യൂരൽ ഇങ്ങനെ പറയാണ്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എയർ ഗണ്ണോ ഒരു ഗണ്ണോ അല്ലെങ്കിൽ കറ്റാപ്പുൾട്ടോ ഒന്നുമില്ല, അത്ര ആക്രമിക്കുന്ന ഒരാളൊന്നുമല്ല എന്ന് മനസ്സിലായി. അങ്ങനെ സ്ക്യൂരൽ നമ്മുടെ നരേറ്ററായിട്ട് ഫ്രണ്ട്ലി ആയി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. അതിനുശേഷം നരേറ്റർ സ്റ്റാർട്ടഡ് ടു ഗിവ് ഫുഡ് ആൻഡ് ബിസ്ക്കറ്റ്, കേക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിട്ടോ നരേറ്റർ നമ്മളെ സ്ക്യൂരലിന്. ഹി ഗ്രൂ ബോൾഡർ, നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, ബോൾഡർ പറഞ്ഞാൽ നല്ല കോൺഫിഡൻ്റ് ആയി ഫുഡൊക്കെ സ്വന്തം നരേറ്ററിൻ്റെ പോക്കറ്റിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്യൂരലിൽ തുടങ്ങി. ഓക്കെ, before long he was delving into my pockets and helping himself to whatever he could find. എന്താണ് ഇപ്പം എന്തായി? നമ്മുടെ സ്ക്യൂരല് സ്വന്തമായിട്ട് ഡെൽവിങ് പറഞ്ഞാൽ പോക്കറ്റിലേക്ക് തന്നെ കൈയൊക്കെ ഇട്ടിട്ട് ഫുഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. into my pockets and helping himself to whatever he could find. എന്തൊക്കെയാ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ സ്ക്യൂരൽ എടുക്കും. He was very young squirrel. എന്താണ്? വളരെ ചെറിയ സ്ക്യൂരൽ ആയിരുന്നു. And his friends and relatives probably thought him headstrong and foolish for trusting a human. അതൊരു ചെറിയ സ്ക്യൂരൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്ക്യൂരലിൻ്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ വിചാരിച്ചു ഈ സ്ക്യൂരൽ എന്താണ്? ഒരു ഫൂളിഷ് ആണ്. കാരണം ഒരു ഹ്യൂമനെ ട്രസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ വിശ്വസിക്കുക. ഒരു ഹ്യൂമനെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ വിശ്വസിച്ചല്ലോ. അതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ പറയാൻ തുടങ്ങി എന്ത്? നമ്മളെ സ്ക്യൂരൽ ഫൂളിഷ് ആണെന്ന്. ഓക്കെ, അത് നമ്മുടെ നരേറ്റർ ചിന്തിക്കുക കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ്. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastors, and parrots and crows squabbling with each other all the time. എന്താണ്? സ്പ്രിംഗ് സീസണിൽ നമ്മുടെ banyan treeയിൽ ആരൊക്കെ വരും? When the banyan tree was full of small red fig എന്ന് പറഞ്ഞാൽ
ഫിഗ് എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം കേട്ടോ. അപ്പം സ്പ്രിംഗ് സീസണിൽ ബാനിയൻ ട്രീ ഫുൾ എന്തായിരിക്കും? അത്തിപ്പഴമായിരിക്കും, റെഡ് കളറിലുള്ള അത്തിപ്പഴമായിരിക്കും. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. എന്താണ്? അത്തിപ്പഴമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ബാനിയൻ ട്രീ കാണുമ്പം ബേർഡ്സ് ഒക്കെ കൂട്ടം കൂട്ടമായി ഇങ്ങനെ പറന്നു വരാൻ തുടങ്ങും. into its branches the red bottomed bulbul. ഏതൊക്കെ ബേർഡ്സ് വരാറുണ്ടായിരുന്നത്? റെഡ് ബോട്ടംഡ് ബുൾബുൾ, cheerful and greedy gossiping rosy pastor. അതൊരു ബേർഡിന്റെ നെയിം ആട്ടോ, പാസ്റ്റർ. പാരറ്റ്സ്, ക്രോസ് ഒക്കെ വരുമായിരുന്നു. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? കലപിലെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ കുറേ പക്ഷികളൊക്കെ വരുമ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാവരും ബാനിയൻ ട്രീക്ക് വരുമായിരുന്നു. സ്ക്വാബ്ലിംഗ് നോട്ട് ദ വേർഡ്. സ്ക്വാബ്ലിംഗ് ശബ്ദമുണ്ടാക്കാം കേട്ടോ. സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, ഈ ഫിഗ് അത്തിപ്പഴം ഉണ്ടാകുന്ന ഈ സീസൺ ആകുമ്പോൾ ദ ബാനിയൻ ട്രീ വാസ് ദ നോസിയസ്റ്റ് പ്ലേസ് ഇൻ ദ റോഡ്. എന്താണ്? ബാനിയൻ ട്രീ ആയിരിക്കും നോസിയസ്റ്റ് പ്ലേസ് ഇൻ ദ റോഡ്. ആ ഏരിയയിൽ നോസിയസ്റ്റ് പ്ലേസ് എന്തായിരിക്കും? ഈ ബാനിയൻ ട്രീ ആയിരിക്കും ഈ ഫിഗ് സീസണിൽ. നെക്സ്റ്റ് പാരഗ്രാഫ്. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it was not too hot. എന്താണ്? നമ്മുടെ നറേറ്റർ ആ ബാനിയൻ ട്രീയിൽ ഒരു പ്ലാറ്റ്ഫോം, ഒരു കിടക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഉച്ച സമയത്ത് അത്ര ചൂടൊന്നുമില്ല എന്ന് കാണുമ്പം നമ്മുടെ നറേറ്റർ ആ ബാനിയൻ ട്രീയിൽ ആ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കും. അവിടെ എന്താണെന്ന് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. എന്താ നമ്മുടെ നറേറ്റർ ആ ബാനിയൻ ട്രീയിൽ ഇരുന്ന് ചെയ്യാറ്? റീഡ് ചെയ്യുക. He used to read books. I could read there, propping പറഞ്ഞാൽ ചാരി ഇരിക്കുകയല്ലേ, ഒരു താങ്ങ് കൊടുത്ത് ഇരിക്കല്ലേ, അതിനാണ് propping എന്ന് പറയാം കേട്ടോ. propping myself against the bole. BOLE ആണ്. ഈ ബോളിന്റെ മീനിങ് എന്താ വെച്ചാൽ മരത്തിന്റെ തടിമേൽ ഒരു കുഷ്യൻ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് പുസ്തകം വായിക്കാനാണ് പതിവ്. ഓക്കെ. സോ ഈ കുഷ്യൻസ് എവിടുന്ന എടുത്ത്? കുഷ്യൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. ഓക്കെ. ഡ്രോയിങ് റൂമിൽ നിന്ന് കുഷ്യൻസ് എടുത്തിട്ട് സോഫ പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ നറേറ്റർ ബുക്സ് ഒക്കെ റീഡ് ചെയ്യാറുള്ളത്. ഇനി എന്തൊക്കെ ബുക്സ് റീഡ് ചെയ്യാറുള്ളത് നോക്കാം. The Treasure Island, Huckleberry Finn, The Mowgli Stories and the novels of Edgar Rice Burroughs and Lucia May Alcott made up my bag of very mixed reading. എന്താണ്? ഒരു ടൈപ്പ് പുസ്തകം മാത്രമല്ല നമ്മുടെ നറേറ്റർ റീഡ് ചെയ്യാറുണ്ടായിരുന്നത്. എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എല്ലാ തരത്തിലുള്ള ബുക്സും, അങ്ങനെ ഒരു മിക്സഡ് റീഡിംഗ് ആണ് നടത്താറ്. ഓക്കെ. When I did not feel like reading, I could look down through the banyan tree at a world below. എന്താണ്? പുസ്തകം വായിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല, എപ്പോഴും വായിച്ചിരുന്നാൽ ബോറടിക്കില്ലേ, അതേപോലെ പുസ്തകം വായിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെ നറേറ്റർ എന്താ ചെയ്യല്? ബാനിയൻ ട്രീന്ന് താഴത്തേക്ക് ഇങ്ങനെ നോക്കും. അവിടെ താഴത്ത് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ടാവല്ലോ, അപ്പം അങ്ങനെ താഴത്തേക്ക് നോക്കും. At grandmother hanging up or taking down the washing. അപ്പോൾ എന്തൊക്കെ കാണും? ഒന്നെങ്കിൽ ഗ്രാൻഡ് മദർ വാഷ് ചെയ്ത ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊന്നെങ്കിൽ ഹാങ് ചെയ്യായിരിക്കും, നമ്മൾ അയൽമേൽ ചിക്കിയിടാറില്ലേ, അതേപോലെ ഗ്രാൻഡ് മദർ ഹാങ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഉണങ്ങിയ നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത്സ് ടേക്കിംഗ് അവേ ആയിരിക്കും, അത് തിരിച്ചെടുക്കുമായിരിക്കും. പിന്നെന്താ കാണാറുള്ളത്? At the cook quarreling with a fruit vendor, or at grandfather grumbling at hardy Indian marigolds which insisted on springing up all over his very English garden. എന്താണ്? അല്ലെങ്കിൽ എന്താ ചെയ്യാറുള്ളത്? At the cook quarreling with the fruit vendor. എന്താണ്? ഈ ഫ്രൂട്ട് ഒക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ല, പഴം വിൽക്കുന്ന ആൾക്കാരായിട്ട് നമ്മുടെ കുക്ക് ക്വാറൽ ചെയ്യാൻ പറഞ്ഞാൽ തർക്കിക്കുന്നുണ്ടാവും, വാങ്ങാൻ പൈസ ഒക്കെ കുറച്ച് തരാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പം എന്താണ്, നമ്മുടെ ഗ്രാൻഡ് മദർ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തതൊക്കെ എടുക്കുന്നതോ അല്ലെങ്കിൽ ഹാങ് ചെയ്യുന്നതൊക്കെ കാണാം. കുക്ക് ഫ്രൂട്ട് വെഞ്ചറായിട്ട് ക്വാറൽ ചെയ്യുന്നത് കാണാം. പിന്നെന്താണ്, ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് പറഞ്ഞാൽ പെരുവിറുത്ത് വർത്താനം പറയാം. ഓക്കെ,
grumbling. Grandfather grumbling. ആരോടാണ് grumble ചെയ്യുന്നത്? At the hardy Indian marigolds, which insisted on springing up all over his very English garden. എന്താണ്? അവരുടെ വീട്ടിൽ വലിയൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. ഒരു ബ്രിട്ടീഷ് ഗാർഡൻ ആണ്, ഒരു ഇംഗ്ലീഷ് ഗാർഡൻ ആണ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ഇന്ത്യൻ മാരിഗോൾഡ്സ് ഒക്കെ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ ആർക്ക്? നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടാവില്ല. ഇത്രയും നല്ല ഇംഗ്ലീഷ് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഇന്ത്യൻ മാരിഗോൾഡിനെ ആർക്ക് ഇഷ്ടമല്ല? ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമല്ല. അങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതിനോട് ആ മാരിഗോൾഡിനോട് നമ്മളെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ വർത്താനം പറയും. Usually nothing very exciting happened while I was in the banyan tree. ആ ഒരു ദിവസം ഒന്നും എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നും നടന്നിട്ടില്ല. But on one particular afternoon, പക്ഷെ ഒരു ഉച്ച സമയം, I had enough excitement to last me through the summer. എന്താണ്? ഒരു ഉച്ച സമയം, ആ ഒരു സമ്മർ ടൈമിൽ അവന് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. എന്താണെന്ന് നമുക്ക് നോക്കാം. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. എന്താണ് സംഭവം? അവന് ആ ഒരു റൂഫ് ടോപ്പിൽ നിന്ന്, ആ ഒരു പ്ലാറ്റ്ഫോമിന് ബനിയൻ ട്രീന്ന് താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആരൊക്കെയുണ്ട്? ഒരു മങ്കൂസ് ആൻഡ് കോബ്ര, രണ്ടാളും ഗാർഡൻ്റെ അടുത്തുണ്ട്. ആരൊക്കെയുണ്ട്? മങ്കൂസ് എന്താ? കീരി. കോബ്ര ഇസ് എ സ്നേക്ക്. ഓക്കെ, മങ്കൂസ് ആൻഡ് കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. എന്താണ്? ഒരു യുദ്ധം നടക്കുന്ന രീതിയിൽ രണ്ടാളും ഇങ്ങനെ നിൽക്കുന്നത് ആര് കണ്ടു? നമ്മുടെ നരേറ്റർ കണ്ടു. വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി അബവ് ദം ഇൻ ദ ബനിയൻ ട്രീന്റെ മേളിൽ നിൽക്കുമ്പോൾ. It was an April afternoon. എന്താണ്? ഏപ്രിൽ സമയം, ആഫ്റ്റർനൂൺ ആണ്. And the warm breezes, ചൂടുള്ള കാറ്റൊക്കെ വരാൻ തുടങ്ങി. And the warm breezes of approaching summer had sent everyone, including grandfather, indoors. എന്താണ്? ചൂടുള്ള കാറ്റൊക്കെ വരികയാണ്. അപ്പോൾ എന്താണ്? പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളിലേക്ക് കയറി. ഇൻഡോഴ്സ് എന്ന് പറഞ്ഞാൽ ഉള്ളോട്ട് കയറി. അപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവില്ലേ, ചൂടാവുമ്പോൾ നമ്മൾ അങ്ങനെ പുറത്തിറങ്ങില്ലല്ലോ, വെയിൽ കൊള്ളണ്ടേ വിചാരിച്ചിട്ടല്ലേ. അതേപോലെ ചൂടുള്ള കാറ്റൊക്കെ വരാൻ തുടങ്ങിയപ്പം ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ എന്താക്കി? ഉള്ളിലോട്ട്, ഇൻഡോർ പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. എന്താണ് drowsy? What do you mean by drowsy? ഡ്രൗസി എന്ന് പറഞ്ഞാൽ മയക്കം. അപ്പം നമ്മുടെ നരേറ്ററിന് ഇങ്ങനെ ഒരു എന്താ ടയേർഡ്നെസ് പോലെ ഒരു ഡ്രൗസി ആയിട്ട് ഫീൽ ചെയ്യാണ്. അപ്പോൾ നരേറ്റർ വിചാരിച്ചു വീടിൻ്റെ അടുത്തൊരു പോണ്ട് ഉണ്ട്, അവിടെ പോയി ഒന്ന് ഫ്രഷ് ആവാമെന്ന്, കുളിച്ചിട്ടൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. When I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. എന്താണ്? അവന് പോണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോഴാണ് ആരെ കണ്ടത്? ഹ്യൂജ് ബ്ലാക്ക് കോബ്ര. ഓക്കെ, ബ്ലാക്ക് ആയിട്ടുള്ള കോബ്ര അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഗ്ലൈഡിങ് പറഞ്ഞാൽ തിളങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, gliding out of a clump of cactus. Clump എന്ന് പറഞ്ഞാൽ കൂട്ടം ഓഫ് കാക്ടസിനെ. കാക്ടസ് ഏതാ പ്ലാന്റ്? ഡെസേർട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് കാക്ടസ്. ഹാവ് യു ഹേർഡ്? കാക്ടസ് കള്ളിമുൾച്ചെടി കേട്ടോ. അപ്പോൾ അവിടെ ആ ഗാർഡനിൽ കാക്ടസ് ഉണ്ട്. അപ്പോൾ കാക്ടസിൻ്റെ ഇടയിൽ ആരുണ്ട്? ഹ്യൂജ് ബ്ലാക്ക് കോബ്ര. ഓക്കെ, ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. എന്താണ്? ചൂടുള്ള സമയമാണ്. അപ്പം ഒരു കൂളർ പോർഷൻ, ഒരു തണുപ്പുള്ള സ്ഥലം നോക്കി പോവാണ് ആര്? നമ്മുടെ ബ്ലാക്ക് കോബ്ര. At the same time, a mongoose emerged from the bushes and went straight for the cobra. എന്താണ്? ആ സമയത്ത് തന്നെയാണ് ബുഷിൻ്റെ ഇടയിൽ കൂടെ ആര് വരുന്നത്? ഒരു മങ്കൂസ് വരുന്നത്. And went straight for the cobra. എന്നിട്ട് ആരുടെ അടുത്തേക്ക്? നേരിട്ട് പോയി നമ്മുടെ കോബ്രയുടെ അടുത്തേക്ക് പോയി. In a clearing beneath the tree in bright sunshine, they came face to face. എന്താ പറയുന്നത്? ക്ലിയറിംഗ് beneath the tree എന്ന് പറഞ്ഞാൽ beneath the tree, ട്രീയുടെ താഴെ. ക്ലിയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ഒരു ഓപ്പൺ സ്ഥലം, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസിൽ ബ്രൈറ്റ് സൺഷൈൻ, നല്ല സൂര്യപ്രകാശമൊക്കെ വരുന്നുണ്ട്, നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദി കെയിം ഫേസ് ടു ഫേസ്. ഒരു ഭാഗത്ത് ആര് വരുന്നുണ്ട്? കോബ്ര വരുന്നുണ്ട്. ഇൻ ദ അതർ സൈഡ് ഹൂ ഈസ് കമ്മിങ്? മങ്കൂസ് വരുന്നുണ്ട്. Cobra knew only too well that the grey mongoose
3 feet long, was a very super fighter, clever and aggressive. എന്താണ് കോബ്രക്ക് ഒരു കാര്യം അറിയാം, എന്ത് എൻ്റെ അടുത്ത് വരുന്ന ഈ ഗ്രേ മംഗൂസ് 3 feet ലോങ് ആണ്, 3 അടി ലോങ് ആണ്, ഓക്കെ. പക്ഷെ എന്താ, ഹി ഈസ് എ സൂപ്പർ ഫൈറ്റർ, നല്ലൊരു ഫൈറ്റർ ആണെന്ന് ആർക്കറിയാം, കോബ്രക്കറിയാം. ക്ലവർ ആണ് ആൻഡ് അഗ്രസീവ് ആണ്, എന്താണ് ആക്രമിക്കാനൊക്കെ നല്ല ശക്തിയുള്ള ഒരാളാണ് എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, എൻ്റെ ഓപ്പണൻ്റ് ആയിട്ട് വരുന്നത് എന്ന് ആർക്കറിയാം, നമ്മുടെ കോബ്രക്കറിയാം. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ. പക്ഷെ നമ്മുടെ കോബ്ര എന്താണ്, സ്കിൽഫുൾ ആണ്, സ്കിൽഫുൾ നല്ല ബുദ്ധിശാലിയാണ്. ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു, എന്താണ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കോബ്രയാണ്, അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ഓക്കെ. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. എന്താണ് നമ്മുടെ കോബ്രനെ പറ്റി പറയാണ്, he could move swiftly. സ്വിഫ്റ്റ്ലി പറഞ്ഞാൽ എന്താ, ഫാസ്റ്റ് ആയിട്ട്. നമ്മുടെ കോബ്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് മിന്നൽ വേഗത്തിൽ, അങ്ങനെ പറയാറില്ലേ, മിന്നൽ വേഗത്തിൽ നമ്മുടെ കോബ്രക്ക് പോകാൻ പറ്റുമായിരുന്നു. സ്വിഫ്റ്റ്ലി പറഞ്ഞാൽ ഫാസ്റ്റ്, നോട്ട് ദ വേർഡ്, ഓക്കെ. ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, എന്താണ് പ്രകാശത്തിൻ്റെ വേഗതയിൽ അത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു സ്കില്ല് നമ്മുടെ കോബ്രയ്ക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വെർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. വെനം പറഞ്ഞാൽ വിഷം, സാക്ക് പറഞ്ഞാൽ അവരുടെ ഹെഡിൽ ഉണ്ടാവില്ല, അവരുടെ ഹൂഡ്, അവരുടെ പത്തിയുടെ ഒക്കെ അടുത്തുണ്ടാകുന്ന ആ സാക്കിൽ ഷാർപ്പ് ഫാങ്സ് ഒക്കെ, വിഷപ്പല്ല്. ഫാങ്സ് പറഞ്ഞാൽ വിഷപ്പല്ല കേട്ടോ, ഫാങ്. ഫാങ് എന്ന് പറഞ്ഞാൽ തന്നെ വിഷപ്പല്ല്. ആ വിഷപ്പല്ലിൻ്റെ അടുത്തുള്ള ആ സാക്കിൽ മൊത്തം എന്താണ്, വെനമാണുള്ളത്. വെനം പറഞ്ഞാൽ എന്താണ്, വെനം വിഷം, ഓക്കെ. ഫുൾ ഓഫ് ഡെഡ്ലി വെനം എന്ന് പറഞ്ഞാൽ ഒരു ആളെ കൊല്ലാൻ മാത്രം കഴിവുള്ള വെനമാണ് കേട്ടോ. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്, എന്താണ് നല്ലൊരു ചാമ്പ്യൻസിൻ്റെ ഒരു ബാറ്റിൽ, ഒരു യുദ്ധം അവിടെ നടക്കാൻ പോവുകയാണ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. എന്താണ് അവിടെ ഒരു ബാറ്റിൽ നടക്കാൻ പോവാണ്. ഹിസ്സിങ് ഡിഫിയൻസ്. ഹിസ്സിങ് ഡിഫിയൻസ് എന്ന് പറഞ്ഞാൽ കോബ്ര, നമ്മളെ സ്നേക്സ് ഒക്കെ ഒരു ഹിസ് ചെയ്യുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കില്ലേ, ആ സൗണ്ടിന് പറയുന്നതാണ് ഇവിടെ ഹിസ്സിങ് ഡിഫിയൻസ് കേട്ടോ. ഒരു ഡിഫിയൻസ് എന്ന് പറഞ്ഞാൽ ധിക്കാരം എന്നാണ് ഡിഫിയൻസിൻ്റെ മീനിങ്. ബോൾഡ് ആയിട്ട് ലെറ്റേഴ്സ് കൊടുത്തതൊക്കെ യു ഹാവ് ടു അണ്ടർലൈൻ, ഓക്കെ. ഡിഫിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ധിക്കരിക്കുന്ന രീതിയിലുള്ളൊരു ഒരു സൗണ്ട് ഉണ്ടാക്കുക. സോ ഹിസ് ചെയ്യുന്നുണ്ട്. ഹിസ് ഫോർക്ഡ് ടങ്, ഫോർക്ക് പോലത്തെ ടങ്. ഐ തിങ്ക് മൈ സ്റ്റുഡൻസ് ഹാവ് സീൻ ദ ടങ്സ് ഓഫ് കോബ്ര. കോബ്രൻ്റെ ടങ് കണ്ടിട്ടില്ലേ, എങ്ങനെയാണ് ഒരു 2 കട്ടൊക്കെ ആയിട്ടില്ലേ, അങ്ങനത്തെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ടങ്കാണ് കോബ്രക്ക് ഉണ്ടാവുക, സ്നേക്സിന് ഉണ്ടാവുക. അതിങ്ങനെ ഉള്ളിലോട്ടും പുറത്തോട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് നമ്മുടെ സ്നേക്ക് ഇങ്ങനെ ബാറ്റിലിന് റെഡി ആയിട്ട് ഇങ്ങനെ വരികയാണ്. ദ കോബ്ര റേസ്ഡ് 3 of her 6 feet ഓഫ് ദ ഗ്രൗണ്ട്. എന്താണ് നമ്മുടെ കോബ്ര ഇങ്ങനെ റേസ് ചെയ്ത് പത്തി വിടർത്തിയിട്ട് ഇങ്ങനെ 3 feet 3 അടിയോളം പത്തി വിടർത്തി ഇങ്ങനെ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ്, അവൻ്റെ വിശാലമായ സ്പെക്ടക്കിൾഡ് ഹുഡ്. ഹുഡ് പറഞ്ഞ പത്തി, അതിങ്ങനെ വിടർത്തി. സ്പെക്ടക്കിൾഡ് ഹുഡ് പറഞ്ഞാൽ എന്താ, അതെന്താ വെച്ചാൽ സ്പെക്ടക്കിൾ പറഞ്ഞാൽ കണ്ണട. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു കോബ്രൻ്റെ ഹെഡ് പോർഷനിൽ ഇങ്ങനത്തെ ഒരു സൈൻ പോലെ, മലയാളത്തിൽ എന്ന അക്ഷരം പോലെയുള്ളൊരു ഇതില്ലേ, അതൊരു കണ്ണട രൂപത്തിലാക്കിയിട്ടാണ് ഇവിടെ സ്പെക്ടക്കിൾഡ് ഹുഡ് എന്ന് പറയുന്നത് കേട്ടോ. ദ മങ്കൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. ആ സമയത്ത് നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ മങ്കൂസ് റെഡി ആവുകയാണ് ഫോർ ദ ബാറ്റിൽ. ഹി ബുഷ്ഡ് പറഞ്ഞാൽ നീട്ടുക. ഹിസ് ടെയിൽ, ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ stood up. എന്താണ് ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ stood up. നമ്മുടെ മങ്കൂസിൻ്റെ ബോഡിയിലുള്ള ലോങ് ആയിട്ടുള്ള ഹെയർ അതൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ തുടങ്ങി. The very thickness of his hair had saved him from bites that would have been fatal to others. എന്താണ് പാസ്റ്റിൽ പണ്ട് കാലത്ത് കീരിക്ക് ഇങ്ങനെ ഫൈറ്റൊക്കെ ഉണ്ടാകുമ്പം അവൻ്റെ ബോഡിയിലുള്ള ഹെയർസ് എപ്പോഴും നമ്മുടെ മങ്കൂസിനെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പം ഈ ബാറ്റിലിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പം മങ്കൂസിൻ്റെ ടെയിലൊക്കെ ബുഷ് ചെയ്ത് ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈനൊക്കെ, സ്പൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നട്ടെല്ലിൽ അവിടെയൊക്കെയുള്ള സ്പൈൻസൊക്കെ എഴുന്നേറ്റ് നിൽക്കാനൊക്കെ തുടങ്ങി. ഓക്കെ.
Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. Okay. എന്താണ് അവിടെ ഉണ്ടായിരുന്ന കൊമ്പാറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പോരാളികൾ. ഓക്കെ, അവിടെ ഉണ്ടായിരുന്ന പോരാളികൾക്കൊന്നും, ഞാൻ അവിടെ ഉള്ളത്, നറേറ്റർ അവിടെ ഉള്ളതൊന്നും പോരാളികൾക്കൊന്നും അറിയില്ല. കൊമ്പാറ്റൻസ് എന്ന് പറഞ്ഞാൽ പോരാളികൾ കേട്ടോ. ആ നറേറ്റർ ആ ബനിയൻ ട്രീയിൽ ഇരിക്കുന്നുണ്ടെന്നൊന്നും ആർക്കറിയില്ല, അവിടെ ഇരിക്കുന്ന കോബ്രക്കും മങ്കൂസിനും അറിയത്തില്ല. They soon became aware of the arrival. പെട്ടെന്ന് ഒരു വീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു യുദ്ധം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 ആൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരെ ആര് നോട്ട് ചെയ്തിട്ടുണ്ട്? മങ്കൂസും കോബ്രയും നോട്ട് ചെയ്തിട്ടുണ്ട്. ആരാന്ന് നമുക്ക് നോക്കാം. ഓക്കെ,